ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 113. ലുത്തിനിയായെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം 26. മരിയൻ ജപമാലയിൽ ലുത്തിനിയായിൽ വാഴ്ത്തുമൊഴികളുണ്ട്. അതിൽ 23. ഏറ്റവും വിശ്വസ്തയായ കന്യക, വെർജിൻ മോസ്റ്റ് ഫെയ്ത്ത്ഫുൾ. ലത്തീനില് വീർഗോ ഫിദേലിസ്. വീർഗോ ഫിദേലിസ്, ഏറ്റവും വിശ്വസ്തയായ കന്യക. ഫെയ്ത്ത്ഫുൾ, വിശ്വാസം. ആ വിശ്വാസം അനുദിന ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്നത് വിശ്വസ്തത പുലർത്തിക്കൊണ്ടാണ്. കൂറ് പുലർത്തിക്കൊണ്ട്, വിശ്വാസത്തോട് കൂറ് പുലർത്തുക, ദൈവത്തോട് കൂറ് പുലർത്തുക, ദൈവവചനത്തോട് കൂറ് പുലർത്തുക, ദൈവഹിതം വെളിപ്പെടുമ്പോൾ അത് അംഗീകരിച്ച് അത് നിറവേറ്റുക. ഇതിനെയൊക്കെയാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. വിശ്വാസം, അതിനോട് കൂറ് പുലർത്തിക്കൊണ്ട് അനുസരിക്കുന്നതിനെയാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. അപ്പൊ ഫെയ്ത്ത്, വിശ്വാസം, ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തത, രണ്ടും തമ്മിൽ വളരെ അടുത്ത് കിടക്കുകയാണ്. ഇത് മനസ്സിലാക്കാൻ ഈശോയുടെ ഒരു വചനം നോക്കുക. സ്വാഭാവിക കുടുംബ ബന്ധങ്ങൾ അതിശയിക്കുന്ന യുഗാന്ത കുടുംബത്തെക്കുറിച്ച് യേശു നൽകിയ നിർവചനം ഇങ്ങനെയാണ്. മർക്കോസ് 3:35. ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവൻ തന്നെയാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. അപ്പൊ ആരാണ് യേശുവിന്റെ സഹോദരൻ? ആരാണ് യേശുവിന്റെ സഹോദരി? ആരാണ് യേശുവിന്റെ അമ്മ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ഇതാണ് യേശു നൽകിയ നിർവചനം. ഇതിനെ കർത്താവ് ഒന്നുകൂടി സ്ഥിരീകരിക്കുന്നുണ്ട്. ലൂക്കാസിന്റെ സുവിശേഷം 11:27-28 ഒരു സ്ത്രീ യേശുവിന്റെ അമ്മയുടെ മാഹാത്മ്യം, അതായത് ഭൗതിക മാഹാത്മ്യം വിളിച്ചു പറഞ്ഞു. നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അതായത് നിന്നെ പ്രസവിച്ച സ്ത്രീ, നിനക്ക് അമ്മിഞ്ഞപ്പാൽ തന്ന സ്ത്രീ, അവള് മഹതിയാണെന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. അത് വളരെ സത്യമാണ് താനും. അപ്പൊ കർത്താവ് പറഞ്ഞു, അതെ, എങ്കിലും ഈ ബയോളജിക്കൽ ഫാമിലി, ബയോളജിക്കലായിട്ട് ജീവശാസ്ത്രപരമായിട്ട് എനിക്ക് ജന്മം തന്ന അത് വളരെ വലുത് തന്നെ. പക്ഷെ അതിനേക്കാളും പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. ദൈവത്തിന്റെ വചനം കേട്ട് അത് പാലിക്കുന്നവരത്രേ കൂടുതൽ ഭാഗ്യവാന്മാർ. കൂടുതൽ ഭാഗ്യവാന്മാരാരാണ്? ദൈവത്തിന്റെ വചനം കേട്ട് അത് പാലിക്കുന്നവര്. ഈ രണ്ട് ഭാഗ്യവും ഒരുമിച്ച് ചേർന്ന ഒരേ ഒരു വ്യക്തിയല്ലേ ഉള്ളൂ. നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും. അത് മറിയത്തിനല്ലാതെ മറ്റേതെങ്കിലും സ്ത്രീക്ക് ചേരുവോ? ഇല്ല. ദൈവത്തിന്റെ വചനം കേട്ട് അത് പാലിക്കുന്നവരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ. അതും മറിയത്തിനല്ലേ ചേരുക? അതെ. എന്തുകൊണ്ടാണ്? കർത്താവ് തന്നോട് അരുളിച്ചെയ്ത വചനം നിറവേറുമെന്ന് വിശ്വസിച്ച് ഭാഗ്യവതി എന്നാണ് എലിസബത്ത് മറിയത്തെക്കുറിച്ച് പറഞ്ഞേ. അപ്പോ ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവൻ തന്നെയാണ് എന്റെ അമ്മ എന്നുള്ള നിർവചനവും, ദൈവത്തിന്റെ വചനം കേട്ട് അത് പാലിക്കുന്നവരത്ര കൂടുതൽ ഭാഗ്യവാന്മാർ എന്ന നിർവചനവും ഏറ്റവും യുക്തമായും ഭംഗിയായും ഉത്തമമായും ചേരുന്നത് മറിയത്തിനാണ്. കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇത് തിരുവചനമാണ്. പെന്തക്കോസ്തക്കാരെ, ദൈവസഭക്കാരെ, ക്രിസ്റ്റാഡൽഫിയൻസ്, ബോണഗൈൻ ക്രിസ്ത്യൻസ്, യഹോവ സാക്ഷികളെ, പ്രൊട്ടസ്റ്റന്റുകാര്, അവർ കുറച്ചുപേർക്കൊക്കെ ഈ മറിയത്തോടൊപ്പം താല്പര്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. അവരോട് ഞാൻ പറയാണ്, ഇത് തിരുവചനമാണ്. ഇത് നിങ്ങളുടെ ബൈബിളിലുണ്ട്, സത്യവേദ പുസ്തകത്തിലുണ്ട്. അതിനാൽ നിങ്ങൾ ഈ വചനം വിശ്വസിക്കണം, അതിനോട് കൂറ് പുലർത്തണം. അപ്പോൾ മറിയം ദൈവവചനം കേട്ടു, വിശ്വസിച്ചു, ആ വചനത്തോട് വിശ്വസ്തത പുലർത്തി, കൂറ് പുലർത്തി. ദൈവഹിതം അറിഞ്ഞപ്പോൾ അതിന് സമർപ്പിച്ചു. ഫിയാദ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. പൂർണ്ണമായ സമർപ്പണമാണ്. ദൈവത്തിന്റെ ഹിതം വെളിപ്പെട്ടപ്പോൾ അത് അവളുടെ വ്യക്തിപരമായ സകല സ്വപ്നങ്ങളെയും തകർത്തെറിഞ്ഞു. ജോസഫുമായി കല്യാണം കഴിക്കാമെന്നൊക്കെ വാക്കുകൊടുത്തതാണ്. എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിരുന്ന ആ സ്വപ്നങ്ങൾ മുഴുവൻ തകർത്തെറിയായിരുന്നു. ദൈവത്തിന്റെ ഹിതം വെളിപ്പെട്ടപ്പോൾ അതിന് അവൾ സമ്പൂർണമായും സമർപ്പിച്ചു. ആ ദൈവഹിതം, ദൈവവചനം ആനന്ദത്തോടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു. ആനന്ദത്തോടെ. അതാണ് വിശ്വസ്തതയുടെ ഒരു ലക്ഷണം. അത് സമ്പൂർണമായി നടപ്പാക്കി. അടുത്ത ലക്ഷണം, ആ സമ്പൂർണ്ണമായി നിറവേറ്റാൻ വേണ്ടി ഏതറ്റം വരെയും പോയി അവള്. ഏതറ്റം വരെയും. ഞാൻ അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഈ മറിയത്തിന്റെ വീടിന് കുറച്ച് ദൂരെയാണ് ജോസഫിന്റെ വീട്. ഈ ഗബ്രിയേൽ മാലാഖ വന്നപ്പോ മറിയത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഒരു 100 മീറ്റർ അപ്പുറത്ത് എന്റെ വുഡ്ബി ഉണ്ട്, എന്റെ വുഡ്ബി. ആ വുഡ്ബിയോട് ഞാൻ ചോദിച്ചിട്ട് പറയാം, കാരണം ഞാൻ അവന് കല്യാണം കഴിക്കാനൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ട്. മറിയ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞ ദൈവം സമ്മതിക്കുമായിരുന്നോ? ഇല്ല. അപ്പൊ തന്റെ സ്വപ്നങ്ങളും ഒരുപക്ഷെ തന്റെ വുഡ്ബി തന്നെ തെറ്റിദ്ധരിക്കും, വിമോചനത്തിൽ തന്നെ ഉപേക്ഷിക്കും. ഒക്കെയാണെങ്കിലും ദൈവഹിതത്തോട് വിശ്വസ്തത പുലർത്താൻ വേണ്ടി, അത് നടപ്പാക്കാൻ വേണ്ടി
ഏതറ്റം വരെയും പോയൊരു പെണ്ണാണ് ഈ നമ്മുടെ മറിയം. ഇതെന്തേ പെന്തക്കോസ്തക്കാർക്കും ദൈവസഭക്കാർക്കും മനസ്സിലാകാത്തേ? ഞാൻ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞൊരു കാര്യം പറയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തില്, അതായത് മറിയത്തിന്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞാലേ നാവിന്റെ കെട്ടഴിയൂ, സക്രിയാസിന്റെ പോലെ. അതുപോലെ ഈ എലിസബത്ത് മറിയത്തിന്റെ സാന്നിധ്യത്തിലാണ് എലിസബത്ത് പരിശുദ്ധാത്മ കൊണ്ട് നിറഞ്ഞത്. പെന്തക്കോസ്തക്കാരെ, ദൈവസഭക്കാരെ, അങ്ങനെയുള്ള ഈ അകത്തോലിക്കരെ, നിങ്ങൾ മറിയത്തിന്റെ സാന്നിധ്യത്തിൽ നിൽക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ എപ്പോഴും സ്നാപയോഹന്നാന്റെ സ്നാനം പുഴയിലെ സ്നാനമായിട്ട് നടക്കണേ. നിങ്ങൾ പരിശുദ്ധാത്മ കൊണ്ട് നിറയുന്നില്ല. ഭാഷാപരത്തർ സംസാരിക്കുന്നതും അല്ലെങ്കിൽ ചില അത്ഭുതങ്ങൾ കാണിക്കുന്നതൊന്നും അല്ല പരിശുദ്ധാത്മന്റെ ലക്ഷണം. അതൊക്കെ പരിശുദ്ധാത്മ നൽകുന്ന ചില ദാനങ്ങളാണ് സഭയെ കെട്ടിപ്പടുക്കാൻ. പക്ഷെ അതല്ല കൂദാശം ലഭിക്കുന്നത്. വരപ്രസാദം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ജീവനാണ്, പരിശുദ്ധാത്മാന് തന്നെയാണ്. അത് ലഭിക്കണമെങ്കിൽ മറിയത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ വരണം. നിങ്ങൾ മറിയത്തെ ഇങ്ങനെ നിഷേധിക്കുന്നത് കൊണ്ടും അവളെക്കുറിച്ച് വളരെ മോശം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ടുമാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് നിറവില്ലാത്തത്. നിങ്ങൾ സുവിശേഷ പ്രഘോഷം മറ്റൊക്കെ നടക്കുന്നുണ്ട്, നല്ല കാര്യം. പക്ഷെ പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ മറിയത്തിന്റെ സന്നിധിയിലേക്ക് തന്നെ വരണം. അപ്പോൾ നിങ്ങളുടെ നാവിന്റെ കെട്ടടിയും മറിയത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാൻ സകല തലമുറകളും എന്നെ ഭാഗ്യവതിന് പ്രകീർത്തിക്കുമെന്ന തിരുവചനം അനുസരിച്ച് മറിയത്തെക്കുറിച്ച് നല്ലത് പറയാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാനത് പറയുന്നതിന് കാരണം, നിങ്ങൾ കത്തോലിക്കരെ ആക്രമിക്കാൻ നടക്കുന്നു. കത്തോലിക്കർ തിരിച്ച് നിങ്ങളോട് പറയേണ്ടത് ഇതാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേരെടുത്ത് പറയുന്നത്. ജീവിതകാലം മുഴുവൻ ദൈവഹിതത്തോട്, ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്തിയവളാണ് മറിയം. ജീവിതകാലം മുഴുവൻ ഈ അനുസരണത്തിലൂടെയാണ് വിശ്വാസത്തോടുള്ള വിശ്വസ്തത തെളിയിക്കുക. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഇല്ലേ, വിശ്വാസത്തിലുള്ള അനുസരണം നിങ്ങളുടെ, ഇല്ലേ, വിശ്വാസത്തിലുള്ള അനുസരണം നിങ്ങളിൽ നിന്നുണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ സുവിശേഷം പറയണേ. വിശ്വാസത്തിലുള്ള അനുസരണം. അപ്പോൾ അനുസരണത്തിലൂടെയാണ് വിശ്വാസത്തോട് വിശ്വസ്തത പുലർത്താൻ കഴിയുക. അപ്പോൾ ആ അനുസരണം, ദൈവവചനത്തോടുള്ള, ദൈവഹിതത്തോടുള്ള അനുസരണം, അത് മറിയം തെളിയിച്ചു. ആ അനുസരണമാണ്, അലംഘനീയമായ അനുസരണമാണ് ബലി എന്ന് അവളുടെ പുത്രനായ ഈശോ മിശിഹ ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്നതിന് മുൻപ് മറിയം അത് ജീവിതത്തിൽ ശീലിച്ചു. അനുസരണമാണ്, അലംഘനീയമായ അനുസരണമാണ് ദൈവം ആഗ്രഹിക്കുന്ന ബലി. കാരണം ബുദ്ധിയുള്ള ജീവിയാണ് നമ്മള്. അതുകൊണ്ട് നമ്മുടെ അനുസരണമാണ്, അലംഘനീയമായ അനുസരണമാണ് ശരിക്കുള്ള ബലി എന്ന് അവളുടെ പുത്രൻ സ്വന്തം ജീവിതം കൊടുത്തിട്ട് ദൈവപിതാവിന് അനുസരിച്ചതിൽ തെളിയിച്ചു. അത് പുത്രൻ ചെയ്യുന്നതിന് മുമ്പ് അമ്മ ചെയ്ത് കാണിച്ചു. അതുകൊണ്ടാണ് മറിയത്തെ ഏറ്റവും വിശ്വസ്തയായി കന്യക എന്ന് പറയണേ. അതുപോലെ ഒരു കാര്യം കൂടിയുണ്ട്, മറ്റൊരു കാര്യം. കന്യകാത്വം പാലിക്കാമെന്നൊരു ഒരു 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 തീരുമാനം അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ കന്യകാത്വത്തിന് ഭംഗം വരാതെ എങ്ങനെ സംഭവിക്കുമെന്ന് വ്യാഖ്യാനം വേണമെന്ന്, അല്ലെങ്കിൽ വിശദീകരണം വേണമെന്ന് മറിയ ആവശ്യപ്പെട്ടു. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ഒരു പുരുഷനെ അറിയുന്നില്ല. അപ്പോൾ കന്യകാത്വത്തിന് ഭംഗം വരാതെയാണ് താൻ ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതുമെന്ന കാര്യം എങ്ങനെയാണ് നടക്കുക എന്നുള്ള കാര്യത്തിന് വിശദീകരണം വേണം. ഗബ്രിയേൽ മാലാഖ വിശദീകരണം കൊടുത്തപ്പോഴാണ് അവള് ഫിയാത്ത് എന്ന് പറഞ്ഞത്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് വെച്ചാൽ അവളുടെ കന്യകാത്വത്തോട്, ചാരിത്രത്തോട് അവള് 100% കൂറ് പുലർത്തി. അതാണ് വിശ്വസ്തത. ദൈവവിളിയോട്, തന്റെ ദൈവവിളിയോട് വിശ്വസ്തത പുലർത്തി മറിയം. ഇങ്ങനെ എല്ലാ കാര്യത്തിലും വിശ്വസ്തയായ കന്യകയാണ് പരിശുദ്ധ കന്യക മറിയം. മംഗളവാർത്തയിൽ നിന്ന് കാൽവരിലെ കുരിശ് വരെയുള്ള യാത്ര, അത് മുഴുവൻ വിശ്വസ്തതയുടെ, അതായത് ദൈവവചനത്തോടും ദൈവഹിതത്തോടും ഉള്ള വിശ്വസ്തതയുടെ തീർത്ഥയാത്രയാണ്. കുരിശിൽ തീർന്നില്ല. ആ കുരിശിൽ നിന്ന് സഭയുടെ ഉദ്ഘാടനം വരെ, പെന്തക്കോസ്ത വരെ അവിടെ നിന്നുള്ള ഒരു തീർത്ഥയാത്രയാണ്. കുരിശ് മുതൽ പെന്തക്കോസ്ത വരെ അത് അവളുടെ വിശ്വസ്തതയോടെയുള്ള യാത്രയാണ്. സഭയുടെ ഉദ്ഘാടനം വരെ തീർന്നില്ല. ഈ സഭയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനവുമായിട്ട് യോഹന്നാന്റെ കൂടെ അവന്റെ വീട്ടിലേക്കും അവിടുന്ന് എഫേസൂസിലേക്കും തിരിച്ച് യെരൂസലേമിലേക്കും യാത്ര ചെയ്തു. സുവിശേഷ പ്രഘോഷകയായി അവൾ വിശ്വസ്തത തെളിയിച്ചു. കർത്താവ് പറഞ്ഞ ലോകം മുഴുവൻ പോയി പ്രസംഗിക്കാന്ന് പറഞ്ഞില്ലേ, അതിനോട് അവൾ വിശ്വസ്തത പുലർത്തി. അപ്പോൾ അചഞ്ചലമായ വിശ്വാസം, സമ്പൂർണമായ ശുശ്രൂഷ, പൂർണ്ണതയോടുള്ള സേവനം, ദൈവപദ്ധതിയുമായി സഹകരിക്കാനുള്ള ചങ്കുറപ്പ്, ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് നിങ്ങൾക്ക് ഈ മറിയം അതിനെല്ലാം ഉത്തമ മാതൃകയാണ്. എന്താ പറയാ, ഫൈനസ്റ്റ് എക്സാമ്പിൾ. അതിനേക്കാൾ നല്ലൊരു മാതൃക വേറെയില്ല. മറിയത്തേക്കാൾ നല്ല മാതൃക വേറെയില്ല. അപ്പൊ നമുക്കൊരു ചോദ്യം ചോദിക്കാം, ഇതൊക്കെ ചെയ്യാൻ മറിയത്തിന് എങ്ങനെ കഴിഞ്ഞു? തീർച്ചയായിട്ടും ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ്. പക്ഷെ അത് മാത്രം പോരായിരുന്നല്ലോ. നമുക്കും ഈ മാമോദിസ സ്വീകരിക്കുമ്പോൾ നമ്മൾ കൃപയിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. മറിയത്തിന് അത് ഉത്ഭവം ലഭിച്ചു. നമുക്ക് നമ്മുടെ ശാരീരിക ജനനം കഴിഞ്ഞ് എപ്പോൾ മാമോദിസ മുങ്ങിയോ അപ്പം ലഭിച്ചു.
അപ്പോൾ ഈ ദൈവകൃപയിൽ നമ്മളും വീണ്ടും ജനിക്കുന്നുണ്ട്. മറിയം ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടു, നമ്മൾ ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് മാമോദീസായിൽ. അപ്പൊ ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടാൽ മാത്രം പോരല്ലോ. മറിയത്തിന് എങ്ങനെയാണ് വചനത്തോടും ദൈവഹിതത്തോടും തന്റെ വിളിയോടും തന്റെ സമർപ്പണത്തോടും തന്റെ തീരുമാനങ്ങളോടും ഒക്കെ വിശ്വസ്തത പുലർത്താൻ കഴിഞ്ഞത്? എന്തെല്ലാം സഹനങ്ങൾ വന്നിട്ടും ഏതെല്ലാം പ്രതിസന്ധികൾ വന്നിട്ടും. അതിന് ലൂക്കാസ് നൽകുന്ന 4 നിർവചനങ്ങളുണ്ട്, 4 കാരണങ്ങൾ. ഞാനത് മുൻപ് നമ്മൾ മറിയത്തിന്റെ ആധ്യാത്മികയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ട് വിശദാംശങ്ങൾക്ക് പോകാതെ വചനം മാത്രം പറയാണ്. ലൂക്കാസ് 1:29. മാലാഖയുടെ വചനം കേട്ട് മറിയം പരിഭ്രമിച്ചു. പക്ഷേ ഇതെന്തൊരു വന്ദനമെന്ന് അവൾ അകമേ ചിന്തിച്ചു. ആദ്യം പരിഭ്രമിച്ചെങ്കിലും അവൾ ഉള്ളിൽ അകമേ ചിന്തിച്ചു. നല്ല ചിന്താശീലമുള്ളവളാണ് മറിയം. ലൂക്കാസ് 2:18-19. കേട്ടവരെല്ലാം, ഈശോയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്, കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറ്റുള്ളവരൊക്കെ ആശ്ചര്യപ്പെട്ടും വിസ്മയിച്ച് നിൽക്കുകയാണ്. മറിയം എന്താ ചെയ്തത്? മറിയം ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് രണ്ടാമത്തെ കാര്യം, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 3, ഗാഠമായി അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. ആദ്യം അകമേ ചിന്തിച്ചു, 2 ഹൃദയത്തിൽ സംഗ്രഹിച്ചു, 3 ഗാഠമായി ധ്യാനിച്ചുകൊണ്ടിരുന്നു. പിന്നെ ലൂക്ക 2:51. ഇക്കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ചു. കണ്ടോ? അപ്പോൾ നമുക്ക് താഴെ തൊട്ടങ്ങ് തുടങ്ങാം. ഈ ലൂക്ക 2:51. ഇക്കാര്യങ്ങളെല്ലാം, യേശുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം അവന്റെ അമ്മയായ മറിയം ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ചു. എന്നിട്ട് അതേക്കുറിച്ച് അകമേ ചിന്തിച്ചു. എന്നിട്ട് ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചു. ഗാഠമായി അതിന്റെ അർത്ഥങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ വചനത്തിന്റെ ആഴത്തിലേക്ക് മറിയം കടന്നതുകൊണ്ടാണ്, വചനം ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ച് അതേക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് ആ വചനത്തിന്റെ ആഴത്തിലേക്ക് പോയത് കൊണ്ടാണ് മറിയത്തിന് ദൈവഹിതത്തോടും ദൈവവചനത്തോടും ദൈവത്തോടും തന്റെ വിളിയോടും തന്റെ സമർപ്പണത്തോടും തന്റെ തീരുമാനങ്ങളോടും വിശ്വസ്തതയായിരിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ അവൾ വിശ്വാസത്തോട് കൂറു പുലർത്തി വിശ്വസ്തതയുടെ പര്യായമായി മാറി, ആൾരൂപമായി മാറി. നമുക്കറിയാലോ, നമുക്ക് പുണ്യത്തിൽ ജീവിക്കാൻ, പാപമില്ലാതെ ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ, പരസ്നേഹത്തിൽ ജീവിക്കാൻ എന്തുമാത്രം പ്രയാസമാണെന്ന്. ഓരോ ദിവസവും നമ്മൾ എന്തുമാത്രം പാപങ്ങളാണ് ചെയ്തു പോകുന്നത്. അറിഞ്ഞും അറിയാതെയും ഒക്കെ നമുക്കറിയാം. ദൈവകൃപയോട് സഹകരിക്കുക, വിശ്വാസത്തോട് കൂറ് പുലർത്താൻ ഒട്ടും എളുപ്പമല്ല. ദൈവവിളിയോട് വിശ്വസ്ത പുലർത്താൻ ഒട്ടും എളുപ്പമല്ല. നമുക്ക് മറിയത്തോട് തന്നെ പറയാം, അവള് എത്രയും വിശ്വസ്തയായിരുന്നതുപോലെ നമുക്കും വിശ്വസ്തരായിരിക്കാൻ സഹായിക്കണേ എന്ന് നമുക്ക് അമ്മയോട് പറയാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. MV ഗോവിന്ദനാകാൻ പഠിക്കുന്ന വട്ടോളി വിമതരും. നമ്മൾ സഭാചരിത്രം പഠിക്കുമ്പോൾ സ്ഥിരമായി കാണുന്ന ഒരു സംഗതിയുണ്ട്. ആദ്യ നൂറ്റാണ്ട് മുതൽ, സ്ലീഹന്മാരുടെ കാലം മുതൽ, ഒരുപക്ഷെ കർത്താവ് യേശു മിശിഹായുടെ കാലം മുതൽ പാഷാണ്ഡത അഥവാ വേദവിപരീതം അല്ലെങ്കിൽ അബദ്ധ സിദ്ധാന്തം എന്ന് പറയുന്ന സംഗതികൾക്കെതിരെ പോരാടിയിട്ടാണ് സത്യവിശ്വാസം സ്ഥാപിക്കപ്പെട്ടത്. ഈശോ മിശിഹ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വ്യാജ പ്രവാചകന്മാരെയും വ്യാജ പ്രബോധകരെയും കരുതിയിരിക്കാൻ. പൗലോസിന്റെ ലേഖനങ്ങളുടെ ഉടനീളം കാണാം, മറ്റ് സ്ലീഹന്മാരുടെ ലേഖനങ്ങളിലും കാണാം. പിന്നെ സഭാചരിത്രത്തിൽ പാഷാണ്ഡതകൾക്കെതിരെ, ഇരണേവസിന്റെ പുസ്തകത്തിന്റെ പേര് പാഷാണ്ഡതകൾക്കെതിരെ, ഒരിജൻ പാഷാണ്ഡതകൾക്കെതിരെ എഴുതിയിട്ടുണ്ട്. പെലാജിയോസിന്റെ പാഷാണ്ഡതയ്ക്കെതിരെയാണ് വിശുദ്ധ അഗസ്തീനോസ്. അങ്ങനെ സഭാചരിത്രം മുഴുവൻ പാഷാണ്ഡതകൾക്കെതിരെ പടപൊരുതിയിട്ടാണ് സത്യവിശ്വാസം സ്ഥാപിക്കപ്പെട്ടത്. ഇപ്പോ ഈ വട്ടോളി ചെയ്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും മറുപടി അർഹിക്കുന്നതല്ല എന്ന് പലരും പറഞ്ഞാലും, പലർക്കും അദ്ദേഹത്തെ പോലുള്ള ആളുകൾ, അച്ഛന്മാര് എറണാകുളത്ത് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പാഷാണ്ഡത പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സത്യവിശ്വാസം എന്തെന്ന് ബോധ്യമില്ലാത്തവർക്ക് ഈ വട്ടോളി പറയുന്നതാണ് ശരി എന്നൊക്കെ തോന്നാം. അതുകൊണ്ടാണ് ഈ വട്ടോളിച്ചം പറയുന്ന പല കാര്യങ്ങൾ ഞാൻ എടുത്ത് അത് സഭയുടെ പ്രബോധനമല്ലെന്നും അത് ബൈബിളിനെതിരാണ്, തിരുവചനങ്ങൾക്കെതിരാണ്, സഭാചരിത്രത്തിനെതിരാണ്, സഭ വിജ്ഞാനത്തിനെതിരാണ്, ലിറ്റർജിക്കെതിരാണ് എന്ന് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് കേട്ട് പ്രചരിപ്പിക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. അങ്ങനെ സത്യവിശ്വാസത്തോട് കൂറ് പുലർത്തണം. രാജിവെക്കാനായിട്ടുള്ള കാരണങ്ങളിൽ
വട്ടോളി പറഞ്ഞ 7ാമത്തെ കാരണമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എറണാകുളം അങ്കമ്മല അതിരൂപതയിലെയും മറ്റ് 7 രൂപതകളിലെയും വൈദികരും കന്യാസ്ത്രീകളും ജനങ്ങളും അടങ്ങുന്ന വിശ്വാസി സമൂഹത്തിലെ ഒരു മൃഗീയ ഭൂരിപക്ഷം ജനാഭ്യു കുർബാനയ്ക്ക് വേണ്ടി ദാഹിക്കുമ്പോൾ ആ ദാഹത്തെ പുറകാല് കൊണ്ടടിച്ച് തെറിപ്പിച്ച് അൾത്താരഭ്യു കുർബാന അടിച്ചേൽപ്പിച്ചപ്പോൾ യേശുവിന്റെ പ്രബോധനത്തിന്റെ ഏത് അംശമാണ് നിറവേറ്റപ്പെട്ടത്? യൂറോപ്പിലെ ചെറുപ്പക്കാരും ജനങ്ങളും പൂർണ്ണമായി പള്ളികളിൽ നിന്നും കൂതാശകളിൽ നിന്നും അകന്നു മാറി ജീവിക്കുമ്പോൾ അവിടുത്തെ പള്ളികൾ ബാറുകളായും സൂപ്പർ മാർക്കറ്റുകളായും മറ്റു മതങ്ങൾ ആരാധനകളായി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ 2 കാര്യങ്ങൾ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലൂടെ വിശ്വാസി സമൂഹത്തിന്റെ പണം ഉപയോഗിച്ച് നിരന്തരം യാത്ര ചെയ്യുന്നവരാണ് മെത്രാന്മാർ. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. കത്തോലിക്ക സഭയ്ക്ക് ആവശ്യമില്ലാത്തത് മറ്റൊരു ആരാധന സമൂഹത്തിന് നൽകുന്നത് തികച്ചും ന്യായമാണ്. അത് 2 ബ്രാക്കറ്റിലാണ്. ഇങ്ങനെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരാധിക്കാൻ വെമ്പി നിൽക്കുന്ന, പള്ളിയിലേക്ക് ഓടിയെത്താൻ തീവ്രമായി ആഗ്രഹിക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെ താൽപര്യത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് 1000-ലേറെ ദിനങ്ങൾ വെറും ശാഠ്യത്തിന്റെ പേരിൽ അടച്ചിട്ടിരിക്കുന്നത് സെന്റ് മേരീസ് ബസിലിക്ക എറണാകുളം ശുദ്ധ നിർവികേടും ധാർഷ്ട്യവും മാത്രമല്ലേ? കുറെ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ബ്രാക്കറ്റിലാണ് പള്ളിയിലേക്ക് വരണേ, പ്രാർത്ഥന പങ്കെടുക്കണേ, ശവം പള്ളി സമിതിയിൽ അടക്കം ചെയ്യണേ, വിവാഹം രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് മാത്രം രജിസ്റ്റർ ചെയ്താൽ പോരാ, പള്ളിയിൽ വന്ന് വിവാഹം നടത്തണേ എന്ന് പുതിയ തലമുറയോട് കാല് പിടിച്ച് കേണപേക്ഷിക്കേണ്ടി വരില്ല എന്നാണോ നമ്മൾ പുരോഹിതന്മാർ ചിന്തിക്കുന്നത്? ആ കഷ്ടം. ഇത്രയാണ് 7ാമത്തെ പാരഗ്രാഫ്. ഇതിൽ ആദ്യത്തെ പാരഗ്രാഫിനകത്ത് ദൈവശാസ്ത്രപരമായ ഒരു സംഗതിയുണ്ട് ലിറ്റർജി സംബന്ധിച്ച്. അപ്പൊ നമുക്ക് അവസാനം ഇച്ചിരി വിശദമായി കാണാം. മറ്റ് പല കാര്യങ്ങളും അവസാനം നമുക്ക് തുടങ്ങാം. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ പള്ളിയിലേക്ക് വരണേ, പ്രാർത്ഥന പങ്കെടുക്കണേ, ശവം പള്ളി സമയത്തിൽ അടക്കം ചെയ്യണേ, വിവാഹം രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് മാത്രം രജിസ്റ്റർ ചെയ്താൽ പോരാ, പള്ളിയിൽ വന്ന് വിവാഹം നടത്തണേ എന്ന് പുതിയ തലമുറയോട് കാല് പിടിച്ച് കേണപേക്ഷിക്കേണ്ടി വരില്ല എന്നാണോ നമ്മൾ പുരോഹിതന്മാർ ചിന്തിക്കുന്നത്? ആ കഷ്ടം. ഒന്ന്, വട്ടോളി, ഇതത്ര കഷ്ടമാണോ? ആണോ? ഇതല്ലെങ്കിലും നമ്മൾ പറയേണ്ടതല്ലേ? മാതാപിതാക്കള് ആത്മീയ കാര്യങ്ങൾ ചെയ്യാൻ മക്കളോട് അപേക്ഷിക്കുന്നതും ചിലപ്പോൾ നിർബന്ധിക്കുന്നതും കഷ്ടമാണോ? അത് സ്നേഹവും കരുതലുമല്ലേ? അപ്പം മെത്രാന്മാരും അച്ഛന്മാരും, നമ്മൾ അച്ഛന്മാരും ഒക്കെ ഈ കാര്യങ്ങൾ പറയുന്നത് പള്ളിയിലേക്ക് വരണമെന്നും ഇല്ലേ, പ്രമാണമനുസരിച്ച് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന് പഠിപ്പിക്കണം, അത് ആഹ്വാനം ചെയ്യണം, പ്രാർത്ഥന പങ്കെടുക്കണമെന്നും കുടുംബ പ്രാർത്ഥന നടത്തണമെന്നും ശവം പള്ളി സമിതിയിൽ അടക്കം ചെയ്യണമെന്നും വിവാഹം പള്ളിയിൽ വെച്ച് ആശീർവദിക്കണമെന്നൊക്കെ നമ്മൾ അല്ലെങ്കിലും പറയണ്ടേ? അതിന് തന്നെ എത്ര കഷ്ടമുള്ളത്? ആധ്യാത്മിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ? അങ്ങനെ പറയണമെന്നല്ലേ ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്നത്? നീ നിന്റെ മക്കളോടും പിൻതലമുറയോടും പറയണം, ഇതെല്ലാം പറയണമെന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മളങ്ങനെ പഠിപ്പിക്കുന്നില്ലേ? നമ്മള് ദിവ്യകാനന്ദം സ്വീകരിക്കുന്ന ഒരുക്കുന്നില്ലേ? അപ്പൊ അങ്ങനെ ഇതെല്ലാം ആധ്യാത്മിക ശിക്ഷണം എന്ന് പറഞ്ഞ കഷ്ടമാണോ? അതിനെന്താ എത്ര കഷ്ടമിരിക്കുന്നത്? 2, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും നമ്മളിത് ചെയ്യുന്നുണ്ട്, ഇനി അത് തുടർന്നും ചെയ്യണം. ആത്മാക്കളുടെ രക്ഷയിൽ താല്പര്യമുള്ള ഏത് പുരോഹിതനും ഏത് മാതാപിതാക്കളും അങ്ങനെ ചെയ്യുന്നതിൽ ഒരു നാണക്കേടുമില്ല, കഷ്ടമില്ല. നമ്മൾ ചെയ്യേണ്ടതാണ്. ആത്മാക്കളുടെ രക്ഷയിൽ താല്പര്യമുള്ള ആരും ചെയ്യും. അതിനെ തന്നെ ഇത്ര കഷ്ടം വെക്കാനായിട്ട് വട്ടോളി നിങ്ങൾ ചെയ്യാറില്ലേ, പറയാറില്ലേ പള്ളിയിൽ? 3, നമ്മൾ പുരോഹിതന്മാർ എന്ന് വട്ടോളി പറഞ്ഞ് നന്നായി. കാരണം ഈ ദൈവജനം പള്ളിയിൽ വരാതിരിക്കാൻ കാരണങ്ങളിൽ ഒന്ന് പുരോഹിതന്മാരാണ്. പുരോഹിതന്മാർ മാത്രമൊന്നുമല്ല, മെത്രാന്മാർ മാത്രമൊന്നുമല്ല, ജനങ്ങളും കുറ്റക്കാരൊക്കെ തന്നെയാണ്. എന്നാലും പുരോഹിതന്മാരുടെ കുറ്റമുണ്ട്. അത് വട്ടോളി സമ്മതിച്ച് നന്നായി. ഞാൻ ഉൾപ്പെടെയുള്ള പുരോഹിതന്മാർക്ക് ഈ ഉത്തരവാദിത്തമുണ്ട് ജനങ്ങൾ പള്ളിയിൽ വരാതായതിന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പുരോഹിതന്മാർ എന്ന് പറഞ്ഞത് നന്നായി. ദൈവജനത്തെ ഈ പള്ളിയിലേക്ക് വരാതാക്കുന്നതിൽ മെത്രാന്മാർക്ക് മാത്രമല്ല ഉത്തരവാദിത്തം. വട്ടോളിക്ക് ഉത്തരവാദിത്തമുണ്ട്, എനിക്കുണ്ട്, മാതാപിതാക്കൾക്കുണ്ട്, സാധാരണക്കാർക്ക് എല്ലാവർക്കും ആ ഉത്തരവാദിത്തമുണ്ട്. എല്ലാവരും ചേരുമ്പോഴാണ് സഭയാകുന്നത്. ഇനി 1000-ലേറെ ദിനങ്ങൾ വെറും ശാഠ്യത്തിന്റെ പേരിൽ അടച്ചിട്ടിരിക്കുന്നത് സെന്റ് മേരീസ് ബസിലിക്ക എറണാകുളം, അത് ശുദ്ധ നെറിവുകേടും ധാർഷ്ട്യവും മാത്രമല്ലേ? ഇത് തന്നെയാണ് വട്ടോളി എനിക്കും മറ്റുള്ളവർക്കും നിങ്ങളോട് ചോദിക്കാനുള്ളത്. 1000-ലേറെ ദിവസങ്ങളായി കത്തീഡ്രൽ ബസിലിക്കയിൽ കുർബാനയില്ല. എന്തുകൊണ്ട്? വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരും വെറും ശാഠ്യത്തിന്റെ പേരിൽ, ധാർഷ്ട്യത്തിന്റെ പേരിൽ, ശുദ്ധ നെറിവുകേടിന്റെ പേരിലാണ് അടച്ചിട്ടിരിക്കുന്നത്. അവിടെ സഭയുടെ കുർബാന അർപ്പിക്കാനായിട്ട് തടസ്സം നിൽക്കുന്നത് വട്ടോളിയല്ലേ, വിമതരല്ലേ, മുന്നേറ്റക്കാരല്ലേ? അതുകൊണ്ടല്ലേ അടച്ചിട്ടിരിക്കുന്നത്. അപ്പോ വട്ടോളിയുടെയും വിമത വൈദികരുടെയും മുന്നേറ്റക്കാരുടെയും ശുദ്ധ നെറിവുകേടും ധാർഷ്ട്യവുമാണ് വെറും ശാഠ്യത്തിന്റെ പേരിൽ
അതെ, വെറും ഷഡ്യത്തിന്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിയുന്നു അതുകൊണ്ട് ഈ ബസിലിക്ക പള്ളി അടച്ചിട്ടിരിക്കുന്നത് നിങ്ങളാണ് വട്ടോളി. പിന്നെ ഞങ്ങളുടെ മെത്രാന്മാരുണ്ട്, എറണാകുളത്തെ മെത്രാന്മാരുണ്ട്. ആ കുറ്റം ഞാൻ സമ്മതിക്കുന്നു, അവര് സമ്മതിക്കേണ്ടതാണ്. അവർക്ക് മനസ്സുണ്ടെങ്കിൽ ഒരു ദിവസം വേണ്ടത് അത് തുറന്ന് പ്രവർത്തിക്കാൻ. അത് പക്ഷേ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മാതാപിതാക്കളെ പിഴച്ചു പോയാൽ മക്കൾക്കൊരു പരിധിയുണ്ട് അവർ തിരുത്തുന്നതിന്. പിന്നെ ദൈവശാസ്ത്രപരമായിട്ട് ഒരു കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ബസിലിക്ക അടഞ്ഞു കിടക്കണം. 1960കളിൽ പാറക്കാട്ടിൽ മെത്രാപ്പൊലീത്ത അവിടെ ഭാരതീയ പൂജ അർപ്പിച്ചിരുന്നു, വിജാതി ആചാരങ്ങളും വിജാതി പുസ്തകങ്ങളും എന്നുള്ള വായനകളൊക്കെ വെച്ച്. അപ്പൊ അതിന്റെ ഒരു ശാപം കർത്താവ് നിങ്ങളുടെ മേൽ തീർക്കുകയാണ്. അതിന്റെ ഒരു ശിക്ഷയുണ്ട്. കാരണം ഏകസത്യ ദൈവത്തെ ഒന്നാം പ്രമാണത്തിനെതിരെ ഏകസത്യ ദൈവത്തിനെതിരെയുള്ള കുറ്റമായിരുന്നു അത് പാറക്കാട്ടിൽ പിതാവ് ചെയ്തത്. അതിന്റെ ഭവിഷ്യത്താണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. നിങ്ങൾ ആ പാറക്കാട്ടിൽ പിതാവ് ചെയ്ത ഈ പറഞ്ഞ വിഗ്രഹാരാധന തുടരുകയാണ്. അത് ബസിലിക്കൽ പള്ളിയിൽ വെച്ച് അന്ന് ഭാരതീയ പൂജ ചെയ്തു. പണ്ട് ആഹാസ് രാജാവ് അസീറിയക്കാരുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി ജെറൂസലം ദേവാലയത്തിൽ വിജാതി ദേവന്റെ വിഗ്രഹം വെക്കാമെന്ന് എഴുതി കൊടുത്തു. അദ്ദേഹം അത് വെച്ചില്ല, അദ്ദേഹത്തിന്റെ മകന്റെ മകൻ അത് വെച്ചു. അതിന്റെ പേരിലാണ് ആ ജെറൂസലം ദേവാലയം നശിപ്പിക്കപ്പെടാൻ കർത്താവ് വിട്ടുകൊടുത്തത്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ചെറിയ തോതിൽ. അപ്പോ ദൈവം നിങ്ങൾക്ക് ഇഷ്ടം പോലെ അടയാളങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് വിഗ്രഹാരാധന പാടില്ലെന്ന്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. ആരാധിക്കാൻ വെമ്പി നിൽക്കുന്ന, പള്ളിയിലേക്ക് ഓടിയെത്താൻ തീവ്രമായി ആഗ്രഹിക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ താല്പര്യത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്കൊരു രണ്ട് കാര്യം പറയാനുണ്ട്. വട്ടോളിയും വട്ടോളിയുടെ കൂട്ടുകാരായ വിമത വൈദികരും മുന്നേറ്റക്കാരുമല്ലേ ഇങ്ങനെ ആരാധിക്കാൻ വെമ്പി നിൽക്കുന്ന, പള്ളിയിലേക്ക് ഓടിയെത്താൻ തീവ്രമായി ആഗ്രഹിക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെ താല്പര്യത്തെ ചവിട്ടി മെതിക്കുന്നത്? അല്ലേ? അങ്ങനെയല്ലേ? പിന്നെ തുടക്കത്തില് ഈ വട്ടോളി പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെയും മറ്റേഴ് രൂപതകളിലെയും വൈദികരും കന്യാസ്ത്രീകളും ജനങ്ങളും അടങ്ങുന്ന വിശ്വാസ സമൂഹത്തിലെ മൃഗീയ ഭൂരിപക്ഷം ജനാധിപത്യ കുർബാനയ്ക്ക് വേണ്ടി ദാഹിക്കുമ്പോൾ ആ പ്രസ്താവന തീർത്തും തെറ്റാണ്. ഒന്ന്, ഇരിങ്ങാലക്കുടയിൽ വിരലിലെല്ലാവുന്ന അൽമായര് പോലും ജനാധിപത്യ കുർബാനയ്ക്കില്ല. അവിടെ വർഷങ്ങൾക്ക് മുമ്പ് 89 എനിക്ക് പട്ടം കിട്ടിയത് 89 ഡിസംബറിലാണ്. അതിന്റെ തൊട്ട് പിന്നാലെ വന്ന 90 89 എല്ലാ രൂപതകളിലും മാപ്പാപ്പ 86 വന്ന് ഈ ദൈവോന്മുഖ കുർബാന അർപ്പിച്ചു. 89 എല്ലാ രൂപതകളും നടപ്പാക്കാൻ തീരുമാനിച്ചു. എനിക്ക് 89 ഡിസംബറിലാണ് പട്ടം കിട്ടുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഒരു മീറ്റിംഗ് 90 89 ഡിസംബർ 28 എന്റെ പട്ടം. അപ്പൊ 90 തുടക്കത്തില് ഇരിങ്ങാലക്കുട രൂപതയിൽ ചർച്ചയുണ്ടായിരുന്നു. അതായത് ദൈവോന്മുഖമാണോ ജനാഭിമുഖമാണോ? അവിടുത്തെ പാസ്റ്ററൽ കൗൺസിലില് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു മെമ്പർ, ഇപ്പോഴത്തെ മറ്റേ ITC ബാങ്കിന്റെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന ജാക്സന്റെ അപ്പൻ MC പോള്, അദ്ദേഹം അവിടെ MLA ആയിട്ടൊക്കെ മത്സരിച്ചിട്ടുണ്ട്, ജയിച്ചില്ല. ആ MC പോള് ഈ പാസ്റ്ററൽ കൗൺസിലിൽ ഇരിങ്ങാലക്കുട രൂപത്തിൽ എഴുന്നേറ്റുന്ന് ഒറ്റ കാര്യം പറഞ്ഞു: എന്തിനാണ് ഞങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്നത് ഇത് ചർച്ച ചെയ്തിട്ട്? ഞങ്ങൾ തിരിയേണ്ട കാര്യത്തെക്കുറിച്ചല്ലല്ലോ ചർച്ച. ഞങ്ങൾ എപ്പോഴും ദൈവത്തിന് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. ജനങ്ങൾ എപ്പോഴും ദൈവത്തിന് അഭിമുഖമായിട്ടാണ്. അച്ഛന്മാരാണ് ദൈവത്തിന് പുറം തിരിഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ നിങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ അറിയിച്ചാൽ മതി. ഞങ്ങൾ തിരിയുന്ന കാര്യമാണെങ്കിലല്ലേ ഞങ്ങളുടെ ചർച്ച വേണ്ടൂ. ഞങ്ങൾ എപ്പോഴും ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാണ് നിൽക്കുന്നത്. നിങ്ങളാണ് ദൈവത്തിന് പുറം തിരിഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് നിങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ അറിയിച്ചാൽ മതി. കാരണം ഞങ്ങൾ തിരിയേണ്ട കാര്യത്തെക്കുറിച്ചല്ലല്ലോ ഇത്. കാര്യം മനസ്സിലായി? അപ്പോ ഇരിങ്ങാലക്കുട രൂപതയുടെ പൊതുവികാരമായിരുന്നു ഈ പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് തൃശ്ശൂരും മറ്റെല്ലാ രൂപതകളിലും. വൈദികരുടെ ഇങ്ങനെ കുത്തിവെപ്പിലൂടെ കുറച്ച് കന്യാസ്ത്രീകൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടാകാം. ഒന്ന്. രണ്ട്, ഈ ലിറ്റർജിയെ കുറിച്ച് ആഴമേറിയ കാര്യങ്ങൾ അറിയാവുന്നവരാണോ ഈ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും? അല്ല. അവർക്ക് ലിറ്റർജി എന്ന വാക്ക് തന്നെ, ഈ ലിറ്റർജിയെ കുറിച്ചുള്ള ഇത് വന്നപ്പോൾ ഒരു കാറ്റഗിസം ടീച്ചർ എന്നോട് ചോദിച്ച കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാറ്റഗിസം ടീച്ചർ, അച്ഛൻ എന്താണ് ഈ ലിറ്റർജി? ലിറ്റർജി എന്ന വാക്ക് ഇപ്പോഴും ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. കാരണം ലിറ്റർജി എന്ന വാക്ക് ദിവ്യ ശുശ്രൂഷ എന്നാണ് അതിന്റെ മലയാളം പറയുമെങ്കിലും കുർബാന തുടങ്ങിയ കൂതാശകളാണ് ലിറ്റർജി എന്നുള്ള കാര്യം ടീച്ചർമാർക്ക് പോലും അറിയില്ലായിരുന്നു. അപ്പൊ ഈ ലിറ്റർജി അതിനെന്താണെന്ന് കൃത്യമായിട്ട് അറിയാത്ത ഈ ജനങ്ങളാണോ മൃഗീയ ഭൂരിപക്ഷം അനുസരിച്ച് തീരുമാനിക്കേണ്ടത്? ലിറ്റർജിയുടെ കാര്യം തീരുമാനിക്കേണ്ടത് ഭൂരിപക്ഷത്തിന്റെ ഇതിലാണോ?
യേശുക്രിസ്തു ദൈവം മനുഷ്യനായോ ഇല്ലയോ എന്നുള്ളത് ഭൂരിപക്ഷം വോട്ടിട്ടാണ് തീരുമാനിക്കുന്നത്. യേശുക്രിസ്തു മരിച്ചു ഉയർത്തു എന്നുള്ളത് ഭൂരിപക്ഷം തീരുമാനിക്കുകയാണ്. വട്ടോളിക്കെല്ലാം ജനാധിപത്യം ഭൂരിപക്ഷമാണ്. അവിടെ ദൈവത്തിനൊരു വിലയില്ലേ? ഈ ദൈവികമായ സംവിധാനത്തിൽ ഭൂരിപക്ഷം ജനങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യണേ. എന്താ വട്ടോളിക്ക് ഇത് മനസ്സിലാക്കാത്തെ? വട്ടോളി ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ക്രിസ്തുധർമ്മം ആരംഭിച്ച ഈ യേശു എന്ന് പറയുന്ന ആള് ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനാണെന്ന് വട്ടോളി വിശ്വസിക്കുന്നുണ്ടോ? വിമതർ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതൊന്നും പറയില്ല. കുറച്ച് വൈദികര്, കുറച്ച് കന്യാസ്ത്രീകള്, ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഒന്ന്, കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയില്ല, ഇപ്പോഴാണ് അറിഞ്ഞു വരുന്നത്. രണ്ട്, അവർക്ക് എങ്ങോട്ട് തിരിയണമെന്നൊരു പ്രശ്നമല്ല. കാരണം അവർ തിരിയുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ജനാഭിമുഖം എന്ന് പറഞ്ഞാൽ ജനം എപ്പോഴും ദൈവോന്മുഖമായിട്ട് നിൽക്കണേ. ഒരച്ഛന് ജനത്തോട് തിരിഞ്ഞു നിൽക്കണോ, ദൈവത്തിലേക്ക് തിരിഞ്ഞു നിൽക്കണോ? അതാണ് ചോദ്യം. അതുകൊണ്ട് ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി മൃഗീയ ഭൂരിപക്ഷം ദാഹിക്കുന്നെന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. അവർക്കതിൽ താല്പര്യമില്ലെന്ന് മാത്രമല്ല, അവര് ദൈവോന്മുഖമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ ദാഹത്തെ പുറങ്കാല് കൊണ്ട് അടിച്ചു തെറിപ്പിച്ചു എന്ന് പറയുന്നത് വട്ടോളിക്കും വട്ടോളിയുടെ കൂട്ടാളികളായ വിമത വൈദിക മുന്നേറ്റക്കാർക്കും മാത്രം ചേരുന്ന ഒരു പ്രസ്താവനയാണ്. ഇനി അടുത്തൊരു വട്ടോളിയുടെ അടുത്തൊരു പ്രസ്താവന. യൂറോപ്പിലെ ചെറുപ്പക്കാരും ജനങ്ങളും പൂർണ്ണമായി പള്ളികളിൽ നിന്നും കൂതാശകളിൽ നിന്നും അകന്നു മാറി ജീവിക്കുമ്പോൾ അവിടുത്തെ പള്ളികൾ ബാറുകളായും സൂപ്പർ മാർക്കറ്റുകളായും ഈ പ്രദേശങ്ങളിൽ വിശ്വാസ സമൂഹത്തിന്റെ പണം ഉപയോഗിച്ച് നിരന്തരം യാത്ര ചെയ്യുന്നവരാണ് മെത്രാന്മാര്. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. മറ്റ് മതങ്ങൾ ആരാധനയിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കത്തോലിക്ക സഭയ്ക്ക് ആവശ്യമില്ലാത്തത് മറ്റൊരു ആരാധന സമൂഹം നൽകുന്നത് തികച്ചും ന്യായമാണ്. കത്തോലിക്ക സഭയ്ക്ക് ആവശ്യമില്ലാത്തത് മറ്റൊരു ആരാധന സമൂഹം നൽകുന്നത് തികച്ചും ന്യായമാണ്. മുസ്ലിംസിനെ ഉദ്ദേശിച്ചാണ് വട്ടോളി പറഞ്ഞിരിക്കുന്നത്. വട്ടോളിക്ക് ഈ മുസ്ലിം സമുദായത്തോളം താല്പര്യം നമുക്കറിയാം. അല്ലെങ്കിലും പൊതുസമൂഹത്തിൽ വലിയൊരു ശതമാനം വിശ്വസിക്കുന്നത് വട്ടോളിയെ പോലുള്ളവര് അത്തരം മത സംഘടനകളിൽ നിന്ന് പണം സ്വീകരിച്ച് സീറോ മലബാർ സഭയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ്. അത് മുൻപ് നമ്മുടെ ഒരു മെത്രാനെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോഴും കൊണ്ടുവന്ന് ഇരുത്തിയതും, പിന്നെ കത്തീഡ്രലിലും അരമനയിലും ഒക്കെ ആലപ്പുഴയിൽ നിന്നും മട്ടാഞ്ചേരിയിൽ നിന്നും കുന്നംകുളത്തു നിന്നും കൊണ്ടിരുത്തിയതും ആ മതസമുദായത്തിൽപ്പെട്ട ആളുകളെയാണ്, വട്ടോളിയും വിമതരൊക്കെ. അതിന് കേസൊക്കെ ഇല്ലേ അതിന്? അപ്പൊ വട്ടോളിയും വിമത വൈദികരും മുന്നേറ്റക്കാരും ക്രിസ്തു ധർമ്മത്തിൽ നിന്ന് പുറത്തുള്ള ചില മതങ്ങളിൽ നിന്ന് പൈസ വാങ്ങിച്ച് കത്തോലിക്ക സഭയ്ക്കെതിരെ, പ്രത്യേകിച്ചും സീറോ മലബാർ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം വളരെ ശക്തമായി പൊതുമണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് ആവശ്യമില്ലാത്തത് അത്തരം സമുദായങ്ങൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത് അല്ലേ, അത് ന്യായമാണെന്ന് വട്ടോളിക്ക് പറയാൻ പറ്റും. ഈ കത്തോലിക്ക സഭയുടെ ഒരു അല്പം കൂറുള്ള കത്തോലിക്ക സഭയിൽ അഭിമാനമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെ എഴുതുവോ? കത്തോലിക്ക സഭയ്ക്ക് ആവശ്യമില്ലാത്തത് മുസ്ലിം സമുദായത്തിന് കൊടുത്തോളാൻ? ഇതല്ലേ നെറിവുകേട് വട്ടോളി? നിങ്ങൾ കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഈ കുർബാനയെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ സ്നേഹിക്കുന്നെങ്കിൽ താങ്കൾക്ക് ഇങ്ങനെ വാ തുറന്ന് ഇതൊക്കെ പറയാൻ പറ്റുമോ? ഇതിനൊക്കെ വൃത്തികേടെന്നല്ലേ പറയേണ്ടത്? വൃത്തികേട്. വേറെ വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്, ഞാനത് ഉപയോഗിക്കണില്ല. പിന്നെ അവിടുത്തെ പള്ളികൾ ബാറുകളായും സൂപ്പർ മാർക്കറ്റുകളായും മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇത് നമ്മുടെ എം.വി. ഗോവിന്ദൻ മാഷ് കുറച്ച് നാൾ മുമ്പ് പറഞ്ഞ ഭാഷയല്ലേ? വട്ടോളി എം.വി. ഗോവിന്ദനാകാൻ പഠിക്കുക. വട്ടോളി പൗരോഹിത്യം ഉപേക്ഷിച്ച് ആ പാർട്ടിയിൽ ചേരൂ. ഈ അവിടെയും ജനാധിപത്യം കൊണ്ടെന്ന് സംശയമാണ്, എന്നാലും ചേരൂ. എന്നിട്ട് വോട്ട് കിട്ടാനായിട്ട് ഇപ്പൊ ആ പാർട്ടി ചെയ്യുന്നത് പോലെ അയ്യപ്പ സംഗമം, വാവര് സംഗമം, മുഹമ്മദ് സംഗമം, കുരിശ് സംഗമം, കുരിശുവഴി സംഗമം ഒക്കെ നടത്തൂ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ചെയ്യുന്നതൊക്കെ. നിരീശ്വരത്വം പറയാ. ഇപ്പൊ ഞാനൊരു വാക്ക് കേട്ടല്ലോ, സ്വാമിയായി ഭരണമയ്യപ്പ, ശരണം എന്നായിരുന്നു. അത് ഭക്തര് വിളിക്കുന്നതാണ്. ഇപ്പോ ഭരണം കിട്ടാൻ വേണ്ടി എല്ലാ തത്വങ്ങളും ബലി കഴിച്ച് അയ്യപ്പനിലും വിശ്വസിക്കാം, കൃഷ്ണനിലും വിശ്വസിക്കാം, മുഹമ്മദിലും വിശ്വസിക്കാം, ക്രിസ്തുവിലും വിശ്വസിക്കാം. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് മാറി. നാട്ടിൽ വല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ അവർ ആ വൃന്ദം മൊത്തം ഇറങ്ങിപ്പോണം. ഇത്രയും വൃത്തികെട്ട ഒരു പാർട്ടി ലോകത്തുണ്ടാവുമോ? അങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തേക്ക് പോകൂ വട്ടോളി. അതല്ലേ വട്ടോളിക്ക് വേണ്ടത്. ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് അവിടെ പോകാം.
പണ്ട് തൃശ്ശൂരിലെ പൗലോസ് മാർ പൗലോസ്, അപ്രയം പിതാവിന്റെ സഹായമെത്രാനായിരുന്ന ആള് പൗലോസ് മാർ പൗലോസ്, അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയണം. ഞാൻ അത് പറയുമ്പോഴും ഇതും കൂടി പറഞ്ഞാലാണ് അത് കൃത്യമാകുക. പണ്ട് പാലക്കാട്, തൃശ്ശൂര്, ഇരിങ്ങാലക്കുട 3 രൂപതകൾ സംയുക്തമായിട്ട് ഒരു ബൈബിൾ വിജ്ഞാനീയ സഭാ ചരിത്ര ക്വിസ് മത്സരം, അന്ന് ഇതുപോലെ ഈ നിരവധി TV ചാനലുകളൊന്നും ഇല്ലാത്ത സമയത്താണ് അങ്ങനെ സംഘടിപ്പിച്ചപ്പോൾ ആ ക്വിസ് നടത്തിയത് ഞാനാണ്, ഈ 3 രൂപതകൾക്ക് സംയുക്തമായിട്ട്. അന്ന് ഈ പൗലോസ് മാർ പൗലോസുമായിട്ടുള്ള ഒരു സഭയുടെ പുനരൈക്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു അഭിമുഖം നടത്താൻ ഞാൻ പോയിട്ടുണ്ട്. വീഡിയോയിലൊക്കെ റെക്കോർഡ് ചെയ്ത് അത് പിന്നെ ക്വിസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹമായിട്ട് എനിക്കൊരു ചെറിയ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ആ സഭയും, അതൊരു പൗരസ്ത്യ സഭയാണ് അവരുടേത്, സൂറായികൾ നമ്മൾ പറയും, ആ സഭയും കത്തോലിക്ക സഭയും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ സാമ്യങ്ങളുണ്ട്. അപ്പൊ ഒരു പുനരൈക്യത്തിന്റെ ഒരു പാത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള സൊവനീർ ഒരു പുസ്തകമായിട്ട് ഇറക്കി. നമ്മുടെ ബിഷപ്പ്, സാധാരണക്കാരന്റെ ബിഷപ്പ്, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള ഒരാളായിരുന്നു. സാധാരണക്കാരന്റെ ബിഷപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മുടെ ബിഷപ്പ് എന്നൊക്കെ പേരിട്ട് ഡോക്ടർ A അടപ്പൂര് ഈശോസഭക്കാരൻ, പിന്നെ സുകുമാർ അഴിക്കോട്, അദ്ദേഹത്തെക്കുറിച്ച് ഈ പൗലോസ് മാർ പൗലോസിനെ കുറിച്ച് മുമ്പ് EMS എഴുതിയൊരു ലേഖനം, അങ്ങനെ വലിയ വലിയ ആളുകളുടെ ലേഖനം എല്ലാം കളക്ട് ചെയ്ത് ഒരു സുവനീർ ഈ പൗലോസ് മാർ പൗലോസിന്റെ സ്മരണയായിട്ട് ഇറക്കിയിരുന്നു, ഒരു പുസ്തകമായിട്ട് ഇറക്കിയിരുന്നു. അപ്പൊ അദ്ദേഹമായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. എങ്കിലും പൗലോസ് മാർ പൗലോസ് ഒരിക്കൽ ഇതുപോലെ പറഞ്ഞു, അതായത് പള്ളികളൊക്കെ ബാറുകളായിട്ടും സൂപ്പർ മാർക്കറ്റായിട്ടും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അതിനൊന്നും കുഴപ്പമില്ല. അതിന് മറുപടി കൊടുത്തത് സ്ഥിരമായിട്ട് സാഹിത്യപാനഫലം എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയിരുന്ന ഒരു 10-35,000 പേര് അദ്ദേഹത്തിന് വായനക്കാരുണ്ടായിരുന്നു, M കൃഷ്ണൻ നായർ. അദ്ദേഹമാണ് ഈ പൗലോസ് മാർ പൗലോസിന് മറുപടി കൊടുത്തത്. അദ്ദേഹം കൊടുത്ത മറുപടി ഞാൻ അങ്ങനെ തന്നെ പറയാണ് വട്ടോളിയോടും. പ്രീസ് ഹാവ് ബീൻ ഡിഫ്രോക്ഡ് ഫോർ ലെസർ ക്രൈംസ് തിരുമേനി. ഐ ഡോണ്ട് വാണ്ട് ടു യൂസ് എ വേഴ്സ് ടേം ദാൻ ദിസ്. ഇതാണ് M കൃഷ്ണൻ നായർ പറഞ്ഞത്. ഇതിനേക്കാൾ ഗൗരവം കുറഞ്ഞ തെറ്റുകൾക്ക് പുരോഹിതന്മാരെ ഉടുപ്പൂരി വിട്ടിട്ടുണ്ട് തിരുമേനി. ഇതിനേക്കാൾ മോശമായ ഒരു വാക്ക് ഉപയോഗിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. M കൃഷ്ണൻ നായർ പൗലോസ് മാർ പൗലോസിന് കൊടുത്ത മറുപടിയാണ്. അതായത് പള്ളികൾ ബാറുകളാക്കിയാൽ കുഴപ്പമില്ല, പള്ളികൾ സൂപ്പർ മാർക്കറ്റുകളാക്കിയാൽ കുഴപ്പമില്ല എന്ന് പൗലോസ് മാർ പൗലോസ് പ്രസംഗിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് M കൃഷ്ണൻ നായർ, സാഹിത്യപാരഫലം എഴുതുന്ന M കൃഷ്ണൻ നായർ കൊടുത്ത മറുപടിയാണ്, പ്ലീസ് ഹാവ് ബീൻ ഡിഫ്രോക്ഡ് ഫോർ ലെസർ ക്രൈംസ് തിരുമേനി. ഐ ഡോണ്ട് വാണ്ട് ടു യൂസ് എ വേഴ്സ് ടേം ദാൻ ദിസ്. ഇതിനേക്കാൾ ഗൗരവം കുറഞ്ഞ തെറ്റുകൾക്ക് പുരോഹിതന്മാരെ ഉടുപ്പൂരി വിട്ടിട്ടുണ്ട് തിരുമേനി. ഇതിനേക്കാൾ മോശമായ ഒരു വാക്ക് ഉപയോഗിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ MV ഗോവിന്ദന് പഠിക്കുന്ന വട്ടോളിയെ പോലുള്ളവരെ ഉടുപ്പൂരി വിടുകയാണ് മെത്രാന്മാർ വേണ്ടത്. സ്വന്തം സഭയിലും സ്വന്തം വിശ്വാസത്തിലും അഭിമാനമില്ലാത്ത ഒരൊറ്റ വട്ടോളിമാരെയും വൈദികനാക്കാനും പാടില്ല. നമുക്ക് വേണ്ട അത്തരം കൂട്ടരെ. അവര് നാശമല്ലാതെ ഒരിക്കലും സഭയ്ക്ക് നന്മ ഉണ്ടാക്കില്ല. പിന്നെ എന്തറിഞ്ഞിട്ടാ വട്ടോളി ഇതൊക്കെ പറയണേ? ജർമ്മനിയില് നാട്സികള് ബാറുകളാക്കി മാറ്റി എത്രയോ പള്ളികള് നാം തിരിച്ചു പിടിച്ച് കത്തോലിക്ക പള്ളികളാക്കിയിട്ടുണ്ടെന്ന് വട്ടോളിക്ക് അറിയോ? എത്രയോ പ്രോട്ടസ്റ്റന്റ് പള്ളികൾ കത്തോലിക്ക പള്ളിയായി രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടെന്ന് വട്ടോളിക്ക് അറിയോ? കാര്യങ്ങൾ ശരിയായി പഠിക്കാതെ വെറും MV ഗോവിന്ദനാകാൻ പഠിച്ച് ഇളിഭ്യനാകരുത് വട്ടോളി. പിന്നെ വട്ടോളി ഒരു ആരോപണം കണ്ടോ? ഈ പ്രദേശങ്ങളിലൂടെ വിശ്വാസി സമൂഹത്തിന്റെ പണം ഉപയോഗിച്ച് നിരന്തരം യാത്ര ചെയ്യുന്നവരാണ് മെത്രാന്മാർ. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. വട്ടോളി ഒന്ന് പോയി നോക്കൂ യൂറോപ്പിലേക്ക്, എന്നിട്ടൊന്ന് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പഠിച്ചു നോക്കൂ. ഈ ലക്ഷക്കണക്കിന് രൂപ ബസിലിക്കന്ന് തട്ടിയെടുത്തതോടെ കിടപ്പുണ്ട്. അങ്ങോട്ടേക്ക് വാങ്ങിച്ചിട്ട് ഒരു യൂറോപ്യൻ ട്രിപ്പും ഈ ഇങ്ങനെ നാട്സുകൾ പിടിച്ചെടുത്തൊക്കെ കത്തോലിക്ക പള്ളികളാക്കിയ പള്ളികളും പോയി കാണൂ. പിന്നെ മെത്രന്മാരെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയാണോ യൂറോപ്പിലേക്ക് പോകുന്നത്? വട്ടോളി തന്നെ പറയുന്നു അവിടെ ദൈവജനമില്ലെന്ന്. അവനും പിന്നെ മെത്രാന്മാരെ എവിടേക്ക് പോണേ? എന്ത് സുഖമാണ് ദൈവജനമില്ലാത്തത് മെത്രാന്മാർക്ക് കിട്ടുക? മാത്രമല്ല അവിടെയുള്ള വിശ്വാസി സമൂഹങ്ങളെ ക്ഷണിച്ചിട്ടല്ലേ മെത്രാന്മാരവിടെ പോകുന്നത്? അല്ലേ? യൂറോപ്പിലെ വിശ്വാസി സമൂഹങ്ങൾ ക്ഷണിച്ചിട്ടല്ലേ മെത്രാന്മാര് പോകുന്നേ? അവിടുത്തെ വിശ്വാസി സമൂഹത്തിന് മെത്രാന്മാർ ആവശ്യമുള്ളത് കൊണ്ടല്ലേ? വട്ടോളി വല്ല വിവരമുണ്ടോ വട്ടോളി പറയുന്ന കാര്യങ്ങൾക്ക്? എന്താ ആലോചിച്ചിട്ടാണോ പറയണേ? അതോ ശരിക്കും വട്ടാണോ? പിന്നെ യൂറോപ്പിലെ ചെറുപ്പക്കാരും ജനങ്ങളും പൂർണ്ണമായി പള്ളിയിൽ നിന്നും കൂതാശകളിൽ നിന്നും അകന്നു മാറി ജീവിക്കുമ്പോൾ ഞാൻ യൂറോപ്പിലെ 13 രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ആളാണ്. ഞാൻ 2003 മുതൽ എന്നെ വിദേശത്തേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയതാണ്. വിദേശത്താണ് ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയത്. എന്റെ ഡോക്ടറേറ്റ് കഴിഞ്ഞത് 2003-ലാണ്.
ഡോക്ടറേറ്റ് ഓഗസ്റ്റ് 12 കഴിഞ്ഞു. ഓഗസ്റ്റ് ആ മാസം 24 തീയതി വിദേശത്ത് പഠിപ്പിക്കാനായിട്ടാണ് എന്നെ കൊണ്ടുപോയത്. പിന്നെ ഞാൻ പഠിപ്പിക്കുന്നത് കണ്ട് അവർക്ക് കേട്ടപ്പോൾ വിവിധ സ്ഥലങ്ങളിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകുകയാണ്. അവിടേക്ക് വിശ്വാസികളില്ലാതെ ഞാൻ പള്ളികളിലല്ലേ പഠിപ്പിക്കുന്നത്. ഞാൻ വൈദികരെയും കന്യാസ്ത്രീകളെയും അൽമായരെയും അല്ലേ ഈ കോൺഫറൻസ് നടത്തുന്നതും കുർബാന ചെല്ലുന്നതും ധ്യാനിപ്പിക്കുന്നതും. ചിലതൊക്കെ പള്ളിയിൽ നടക്കാൻ പറ്റില്ല, സ്പോർട്സ് ഹാളിലാണ്. 700-800 പേരൊക്കെയാണ്. നമ്മുടെ മഞ്ഞാക്കലസിന്റെ ധ്യാനത്തിന് എത്രയോ ലക്ഷങ്ങളാണ്, ആയിരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇവിടെ ഞാൻ പോളണ്ടിലെ ഒരു പ്രോഗ്രാം സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. 40,000 പേര്. അതിൽ ഒരു 20 മിനിറ്റ് ഒരു പ്രസംഗം എന്റെ ആയിരുന്നു. 40,000 പേര് യുവാക്കള്. കഴിഞ്ഞ വർഷം ഒരു ജപമാല ഈ തീരദേശങ്ങൾ മുഴുവൻ ആക്കിയിട്ട് ഒരു ചെയിൻ, അതായത് കോർത്ത് പിടിച്ചിട്ട്, കൈകൾ കോർത്ത് പിടിച്ചിട്ട് ജപമാല ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് അതിൽ പങ്കെടുത്തത്. അപ്പൊ ഈ വട്ടോളിക്ക് എന്തറിഞ്ഞിട്ടാ ഈ യൂറോപ്പിലെ പള്ളികളും ആളുകളിൽ എന്ന് പറയണേ? ഞാൻ പണ്ട് എന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നു. ഇപ്പൊ നിങ്ങൾ അതൊക്കെ എടുത്തിട്ട് എനിക്കെതിരെ മോശം കാര്യങ്ങൾ ഇട്ടപ്പോഴാണ് ഞാൻ എന്റെ ഫോട്ടോസ് അത് ഇടാവായത്. നിങ്ങൾ അതിൽ എന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തു നോക്കിയാൽ പഴയ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ പള്ളി നിറയെ ആളുകളല്ലേ. പിന്നെ പൂർണ്ണ ദൈവോന്മുഖം നടക്കുന്ന ഓർത്തഡോക്സ് പള്ളികളിൽ പോയിട്ടുണ്ടോ? യൂറോപ്പില് വട്ടോളി പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. എന്നെ അവർ ക്ലാസ് എടുക്കാൻ വിളിക്കാറുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഓർത്തഡോക്സുകാർക്കും പ്രൊട്ടസ്റ്റന്റുകാർക്കും യാക്കോബയക്കാർക്കും കത്തോലിക്കർക്കും ഒക്കെ കേരളത്തിലടക്കം ഇന്ത്യയിലടക്കം എല്ലാവർക്കും എന്നെ വിളിക്കാറുണ്ട്. പ്രൊട്ടസ്റ്റന്റുകാർക്ക് ഞാൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, ഓർത്തഡോക്സുകാർക്ക് ഞാൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, യാക്കോബയക്കാർക്ക് പോകാറുണ്ട്, ഇന്ത്യയിലും വിദേശത്തും. ഈ ഓർത്തഡോക്സ് പള്ളിയിൽ പോയിട്ടുണ്ടോ? 4 മണിക്കൂറാണ് അവരുടെ കുർബാന. ആ യൂറോപ്പിലത്തെ കാര്യമാണ് ഞാൻ പറയണേ. പള്ളി നിറയെ ആളുകളാണ്, അതും ആണുങ്ങൾ കൂടുതൽ. അതുകൊണ്ട് യൂറോപ്പില് കത്തോലിക്ക പള്ളികളിൽ ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം, ഒരു പ്രാവശ്യം ധ്യാനത്തിന്റെ വിഷയം തന്നെ അതായിരുന്നു. സൺസ് ഓഫ് തണ്ടർ, ഇടിമുഴക്കത്തിന്റെ മക്കൾ എന്ന് അവർ ധ്യാനത്തിന് പേരിട്ടത്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ ഒരു പേര്? അപ്പൊ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഓർത്തഡോക്സ് പള്ളികളിൽ പുരുഷന്മാര് പള്ളി നിറയുണ്ട് എന്നുകൊണ്ട് കത്തോലിക്ക പള്ളികളിൽ ഇല്ല? ഇടിമുഴക്കത്തിന്റെ മക്കളാകാത്തത് എന്തുകൊണ്ട്? ഇതായിരുന്നു അവരുടെ ചോദ്യം. അപ്പൊ ഞാൻ അതിന്റെ കാരണങ്ങൾ ഒന്ന് അവതരിപ്പിച്ചു. 4 മണിക്കൂറാണ് ഓർത്തഡോക്സ് കുർബാന. പള്ളി നിറയെ ആളുകളാണ്, ആണുങ്ങൾ കൂടുതൽ. ഓർത്തഡോക്സ് പൂർണ്ണ ദൈവോന്മുഖ കുർബാനയാണ്. പിന്നെ ജർമ്മനി, ഫ്രാൻസ് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ഈ യൂറോപ്പ് മുഴുവൻ എന്ന് പറയണേ. അത് രണ്ടും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് അവിടെ പള്ളി വരാത്തത്. ആളുകൾ പള്ളി വരാത്തത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ്. എന്താ കാരണം നമുക്കറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാന്ന് മാത്രം. അവിടെ അച്ഛന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്. ഭരണി മാർപ്പാപ്പയുടെ കാലത്തും അതിനു മുമ്പും പല പ്രാവശ്യം വത്തിക്കാൻ ശ്രമിച്ചതാണ്. അതായത് സർക്കാർ ശമ്പളം കൊടുക്കണ്ട, സഭ കൊടുത്തോളാം. പക്ഷെ സർക്കാർ അത് പണം കൊടുക്കുകയാണ്, അതിന് പണം പിരിക്കും. റിലീജിയസ് ടാക്സ് എന്ന് പറയും. അപ്പോൾ റിലീജിയസ് ടാക്സ് കൊടുക്കാൻ താല്പര്യമില്ലാത്തവര് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് എഴുതി കൊടുത്താൽ മതി. ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എഴുതി കൊടുത്താൽ റിലീജിയസ് ടാക്സ്, മതത്തിന്റെ നികുതി കൊടുക്കണ്ട. നികുതി കൊടുക്കാതിരിക്കാൻ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് എഴുതി കൊടുക്കും. അങ്ങനെ എഴുതി കൊടുത്തിട്ട് പിന്നെ പള്ളി പോകാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ അങ്ങനെ എഴുതി കൊടുത്തിട്ട് പിന്നെയും പള്ളി പോകും. അവിടെ ഉള്ളവർ അത് ചെയ്യില്ല. ഇത് സർക്കാർ എഴുതി കൊടുക്കേണ്ട വല്ല കാര്യമുണ്ട്? ഈ അച്ഛന്മാർക്ക് ശമ്പളം കൊടുക്കേണ്ട കാര്യം സർക്കാർ ചെയ്യേണ്ടെന്ന് കത്തോലിക്ക സഭ പറഞ്ഞിട്ടും സർക്കാർ ചെയ്യാണ്. കാരണം എന്താണ്? പണം കൊടുത്താൽ അച്ഛന്മാരുടെ മനസ്സ് നിയന്ത്രിക്കാം. പണം ആരിൽ നിന്ന് സ്വീകരിക്കുന്നുവോ അവനോടായിരിക്കില്ലോ കടപ്പാട്. അപ്പൊ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. എന്താണ്? അബോർഷൻ പറ്റില്ല, എവത്തനാസിയ പറ്റില്ല, ഈ LGBT പറ്റില്ല. ഇതൊക്കെ സർക്കാർ ഇതൊക്കെ വേണമെന്ന് വാദിക്കുന്നു. വലിയ ശമ്പളം കൊടുക്കുന്നു, സർക്കാർ ശമ്പളം കൊടുക്കുന്നു. അപ്പൊ സർക്കാർ പറയുന്നത് അച്ഛന്മാരെ കേൾക്കാൻ ബാധ്യസ്ഥരാകുന്നു. ഈ കാരണം കൊണ്ടാണ് നികുതി കൊടുക്കാതിരിക്കാനും പിന്നെ സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് വൈദികർ എന്നതുകൊണ്ടുമാണ് ജർമ്മനി തുടങ്ങിയുള്ള പള്ളികളിലെ ആ സ്ഥലങ്ങളില് അത് രാഷ്ട്രീയമാണ്, മതമല്ല. എന്നിട്ട് അവര് മാതാമന്താന്തമായി, സത്യസായി ബാവ, യോഗ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ദൈവത്തിന്റെ പിന്നാലെ പോകുക. ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് വേറെ ഏതോ ദൈവങ്ങളുടെ പിന്നാലെ പോകുകയാണ്. ഈ രാഷ്ട്രീയ കാരണങ്ങളൊക്കെ മനസ്സിലാക്കാതെ യൂറോപ്പിൽ പള്ളികൾ പൂട്ടിയത് കത്തോലിക്ക സഭയുടെ കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഒരുപാട് സ്റ്റഡീസ് അതിനെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. പ്രോട്ടസ്റ്റന്റ് സഭകളുടെ സ്വാധീനത്തിൽ ജനാഭിമുഖ കുർബാന ചൊല്ലിയതുകൊണ്ടാണ്. നിങ്ങൾക്കത് ഇത് തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ ഇന്നലെ വിശദാംശത്തിൽ കിടക്കുന്നില്ല. പ്രോട്ടസ്റ്റന്റ് സഭകളുടെ സ്വാധീനത്തിൽ
ജനാഭിമുഖ കുർബാന ചൊല്ലിയത് കൊണ്ടാണ് ജനങ്ങൾ പള്ളി വരാതായത്. കാരണം പള്ളി ചെന്നാൽ ദൈവത്തെ കാണാൻ കഴിയുന്നില്ല. ഒരു ഉഗ്ര ജന്തു അവിടെ നിൽക്കുകയാണ് ഈ ആൾക്കാരുടെ മുമ്പിൽ. കണ്ണുരുട്ടി, പാട്ടുകാരെ പേടിപ്പിച്ച്, അൽമായരെ പേടിപ്പിച്ച് ഒരു ഉഗ്ര ജന്തുവിനെയാണ് കാണുന്നത്. ദൈവത്തെ കാണുന്നില്ല. ദൈവത്തെ കാണാൻ വേണ്ടി മനുഷ്യർ പള്ളി ചെല്ലുമ്പോൾ കാണുന്നത് കണ്ണുരുട്ടി കാണിക്കുന്ന, മനുഷ്യരെ ചീത്ത വിളിച്ച് ഇപ്പൊക്കെ ചീത്ത വിളിച്ചാൽ ജയിലിൽ പോണ്ടി വരും. പണ്ട് അങ്ങനെയായിരുന്നു ചീത്ത വിളിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇല്ലേ ഓർഗനൈസ് ചെയ്യുന്ന ഒരു മാനേജരെയാണ് കാണുന്നത്, ഒരു അച്ഛൻ. അതുകൊണ്ട് അച്ഛൻ പോലും അല്ല അവർക്ക്, വൈദികൻ ഈ ഇടവക വികാരി അച്ഛൻ പോലും അല്ല, ഒരു പാരിഷ് മാനേജർ എന്ന് അവർ പറയണേ. എല്ലാം മാനേജ് ചെയ്യാൻ ഒരാള്. അച്ഛനെന്ന് വിളിക്കണമെങ്കിൽ ആത്മീയ പിതാവായിരിക്കണം. എന്നിട്ട് 8 മണിക്ക് കുർബാനയ്ക്ക് 7:55 അച്ഛൻ പള്ളി വന്ന് തുറക്കുക. കാരണം എന്താ? 1 മണിക്കൂർ ജോലിക്കാണ് സർക്കാർ ശമ്പളം കൊടുക്കണേ. മനുഷ്യര് ഈ തണുത്ത് വരയ്ക്കുന്ന മഞ്ഞത്തും പുറത്ത് നിൽക്കുകയാണ് മനുഷ്യര്. അവർക്ക് പള്ളി പോയി പ്രാർത്ഥിക്കാൻ നിവൃത്തിയില്ല. ഇതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പള്ളികൾ തുറന്നിടാൻ പറഞ്ഞേ. തുറന്നിട്ട വേറെ പ്രശ്നമുണ്ട്, വിലപിടിപ്പുള്ള സംഗതികൾ കട്ടുകൊണ്ട് പോവും. ദൈവത്തിന് എന്തിനാ സ്വർണ്ണക്കുരിശെന്നും ചോദിച്ചിട്ട്. അപ്പോൾ യൂറോപ്പിലെ പള്ളികളിൽ ആളുകൾ വരാത്തതിന് കാരണം രാഷ്ട്രീയമാണ്, അല്ലാതെ ദൈവവിശ്വാസമില്ലാത്തതല്ല. രാഷ്ട്രീയത്തിന് മാറ്റം വരുമ്പോൾ പള്ളികൾ ആൾക്കാർ വരും. ഇതൊന്നും തിരിച്ചറിയാതെ വെറുതെ MV ഗോവിന്ദനെ പോലെ കാടടച്ച് വെടിവെക്കുന്ന വട്ടോളി കത്തോലിക്ക സഭയിൽ വിട്ടുപോകൂ. എന്നിട്ട് പള്ളി വരുമോ വരാതിരിക്കോ എന്തുമെങ്കിലാവൂ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെയും മറ്റ് 7 രൂപതകളിലും വൈദികരും കന്യാസ്ത്രീകളും ജനങ്ങളും അടങ്ങുന്ന വിശ്വാസി സമൂഹത്തിലെ ഒരു മൃഗീയ ഭൂരിപക്ഷം ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി ദാഹിക്കുമ്പോൾ ആ ദാഹത്തെ പുറംകാലുകൊണ്ട് അടിച്ച് തെറിപ്പിച്ച് അൾത്താരാഭിമുഖ കുർബാന അടിച്ചേൽപ്പിച്ചപ്പോൾ യേശുവിന്റെ പ്രബോധനത്തിന് ഏത് അംശമാണ് നിറവേറ്റപ്പെട്ടത്? ഇതിൽ പല കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. 2 കാര്യങ്ങൾ ഇപ്പൊ പറയാം. അടിച്ചേൽപ്പിച്ചതല്ല എന്ന് കഴിഞ്ഞ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 99, 2000, 2013, 2015, 2017, 2020, 2021 ഈ കാലയളവിലൊക്കെ മെത്രാന്മാരോടും ബന്ധപ്പെട്ട സകല പ്രതിനിധികളോടും ചർച്ച ചെയ്തിട്ടാണ് ഈ കുർബാന നടപ്പാക്കിയത്. അതുകൊണ്ട് അടിച്ചേൽപ്പിച്ചു എന്നുള്ള അത് പിൻവലിക്കുക തന്നെ വേണം. അത് പിൻവലിക്കാതെ വട്ടോളിക്ക് ഒരു പള്ളിയുടെ ചാർജ് കൊടുക്കാനും പാടില്ല. വട്ടോളിക്ക് മാത്രമല്ല, വിമത വൈദികർക്കും. ഇത് മെത്രാന്മാര് ഒന്ന് മനസ്സ് വെച്ചാൽ നടക്കാവുന്ന കാര്യം. പോകട്ടെ. അവസാനം ദൈവശാസ്ത്രം, യേശുവിന്റെ പ്രബോധനത്തിന്റെ ഏത് അംശമാണ് നിറവേറ്റപ്പെട്ടത്? ഇങ്ങനെ ദൈവോന്മുഖ കുർബാന നടപ്പാക്കിയപ്പോൾ യേശുവിന്റെ പ്രബോധനത്തിന്റെ ഏത് അംശമാണ് നിറവേറ്റപ്പെട്ടത്? ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് അംശങ്ങളുണ്ട്. യേശുവിന്റെ ഒരു പ്രബോധനമല്ല, പല പ്രബോധനങ്ങളുണ്ട്. എന്നാലും നമ്മൾ ഒരുപാട് നീട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചുരുക്കം ചില വചനങ്ങൾ മാത്രം ഞാൻ പറയാം. 1, ലൂക്കാസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം. കുരിശിൽ കിടക്കാണ്. കുരിശിലെ ബലി, ആ ബലി അവന്റെ പ്രത്യാഗമനം വരെ അനുഷ്ഠിക്കണമെന്നാണ് ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഉദ്ദേശിച്ചത്. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു പറഞ്ഞാൽ കുരിശിലെ ബലി. അതുകൊണ്ടാണ് പൗലോസ് ലേഖ കൊറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത്, ഈ അപ്പം മുറിക്കുമ്പോഴും ഈ പാനപാത്രം കുടിക്കുമ്പോഴും അവന്റെ മരണം, കുരിശമരണം, അവന്റെ 2ാമത്തെ ആഗമനം വരെ നാം പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ കുരിശിലെ ബലി, ആ കുരിശിലെ ബലിയിൽ കർത്താവ് എന്താ ചെയ്തത്? പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവരെന്താണ് ചെയ്യുന്നത് അവർക്ക് അറിഞ്ഞുകൂടാ. ഈശോ മിശിഹ ആരെ നോക്കി കിടക്കണേ? പിതാവേ, പിതാവേ. യേശുക്രിസ്തു പിതാവിങ്കിലേക്ക് തിരിഞ്ഞാണ് കിടക്കണേ. ആ യേശുക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടിയാണ് അവന്റെ പൗരോഹിത്യത്തിന്റെ ആത്മാവിനെ വട്ടോളിയെ പോലുള്ള പുരോഹിതന്മാരിൽ ഇട്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇൻ പെർസോണ ക്രിസ്തി എന്ന ലത്തീൻ വാക്ക് അച്ഛന്മാർക്ക് ഉപയോഗിക്കുന്നത്. അച്ഛന്മാര് യേശുക്രിസ്തുവിന്റെ ആളത്വത്തിൽ നിൽക്കുകയാണ്, യേശുക്രിസ്തുവിന്റെ ആളത്വത്തിൽ. എന്നിട്ട് പിതാവിങ്കിലേക്ക് നോക്കിയിട്ട് പിതാവിനെ വിളിക്കണം, പിതാവേ. പിതാവ് പുറകിലാണെങ്കിൽ ഇല്ലേ ഇങ്ങനെ വിളിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞാൽ നിൽക്കുക. പിതാവേ അവരോട് ക്ഷമിക്കണേ, അവരെന്താണ് ചെയ്യുന്നത് അറിഞ്ഞുകൂടാ. അതേ അധ്യായത്തില് കർത്താവ് ഈശോ വീണ്ടും പറയാണ്, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിക്കുന്നു. പിതാവിനെ നോക്കിക്കൊണ്ടാണ് കർത്താവ് കുരിശിൽ മരിക്കുന്നത്. അതുകൊണ്ട് ഈ കുരിശ് മരണത്തിന്റെ കർത്താവ് കുരിശിൽ മരിക്കുമ്പോൾ സ്വർഗത്തിൽ എന്തോ സംഭവിച്ചുവെന്ന് ഹെബ്രായ ലേഖനം പറയുന്നുണ്ട്, വെളിപാട് പുസ്തകം പറയുന്നുണ്ട്. അതുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം. ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ എന്താണ് യഥാർത്ഥം സംഭവിച്ചത്? ഹെബ്രായ ലേഖനം 9, 11, 12. എന്നാൽ ക്രിസ്തുവാകട്ടെ വരാനിരിക്കുന്ന നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി, മനുഷ്യരുടെ കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിലൂടെ ആട്ടുകൊറ്റന്മാരുടെയും കാളക്കുട്ടികളുടെയും രക്തത്താലല്ല,
സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കൽ മാത്രം വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ഉറപ്പാക്കി. വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് സ്വന്തം രക്തത്താൽ യേശു വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് നമ്മുടെ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ഉറപ്പാക്കി. അപ്പൊ കർത്താവ് കുരിശിൽ മരിച്ചപ്പോൾ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? മനുഷ്യരുടെ കൈപ്പണിയല്ലാത്ത വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിലൂടെ സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കൽ മാത്രം വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുള്ള വീണ്ടെടുപ്പ് ഉറപ്പാക്കി. അത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് 9:24 ഹെബ്രായ ലേഖനം. കൈപ്പണിയും സാക്ഷാലുള്ളവരുടെ പ്രതിബിംബവുമായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, പിന്നെയോ ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കാണ് ക്രിസ്തു പ്രവേശിച്ചത്, മഹാപുരോഹിതൻ എന്ന നിലയിൽ. അതുകൊണ്ട് വെളിപാട് പുസ്തകം പറയാണ് 5:6-9, സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മതശ്രേഷ്ഠന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഒരു കുഞ്ഞാട്, യേശു, അറക്കപ്പെട്ടു, എഴുന്നേറ്റ് നിൽക്കുന്നു, മരിച്ചു, ഉത്ഥാനം ചെയ്തു. അതിന് 7 കൊമ്പുകളും സർവ്വഭൂമിയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുകളുമുണ്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലത്തെ കൈയിൽ നിന്ന് പുസ്തകം വാങ്ങി. ഇതിനാണ് ഈ നമ്മളെ കുർബാനയില് ബലിപീഠത്തിൽ നിന്നും ഈ സുവിശേഷം ബേമയിലേക്ക് കൊണ്ടുവരുന്നത്. വട്ടോളിക്കാന് ബേമയുണ്ടോ? അവൻ കുഞ്ഞാട് വന്ന് സിംഹാസനം എന്ന് പറഞ്ഞാൽ ദൈവം ഇരിക്കുന്ന സ്ഥലമാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലത്തെ കൈയിൽ നിന്ന് പുസ്തകം വാങ്ങി. ഇതുകൊണ്ടാണ് ബലിപീഠത്തിൽ നിന്നും സിംഹാസനം അതാണ്, അവിടെ നിന്നും സുവിശേഷവുമായിട്ട് കുഞ്ഞാടിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വൈദികൻ പ്രദക്ഷിണമായി ബേമയിലേക്ക് വരുന്നത്. ഈ തിരുവചനങ്ങളുടെ വെളിച്ചത്തിലാണ്. അവനത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും, പ്രപഞ്ചത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്നതാണ് 4 ജീവികള്, 24 മതശ്രേഷ്ഠന്മാരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാണ് പരിമളദ്രവ്യം നിറഞ്ഞ പൊൻ കലശങ്ങളും കയ്യിലെന്തിക്കൊണ്ട് കുഞ്ഞാടിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അവരൊരു പുതിയ പാട്ടുപാടി. ഇതാണ് ധൂപക്കുറ്റിയും മണിയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് കാരണം. ഇപ്പൊ ഏത് അംശമാണ് നിറവേറ്റിയെന്ന് മനസ്സിലായോ വട്ടോളി? ദൈവോന്മുഖ കുർബാന നടപ്പാക്കിയപ്പോൾ യേശുവിന്റെ പ്രബോധനത്തിന് ഏത് അംശമാണ് നിറവേറ്റിയെന്നാണ് ഞാൻ ചുരുക്കം ചില വചനങ്ങളെ പറഞ്ഞത്. ഇതിന്റെ എല്ലാം വെളിച്ചത്തില് കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. യൂണിവേഴ്സൽ കാറ്റഗിസം എന്ന് വട്ടോളി കളിയാക്കുന്ന പുസ്തകമാണിത്. ഇത് കത്തോലിക്കർ മുഴുവൻ വിശ്വസിക്കുന്നതാണ്. വട്ടോളി ഇതൊരു യൂണിവേഴ്സൽ കാറ്റഗിസം എന്ന് പറയുന്ന ഒരു ചവറ് പുസ്തകം എന്ന് വട്ടോളി കളിയാക്കാറുണ്ട്. അത് കേട്ടിട്ട് വട്ടോളിക്കെതിരെ നടപടിയെടുക്കാത്തത് ഞങ്ങളുടെ മെത്രന്മാരെ കഴിവുകേട്. ഈ കത്തോലിക്കർ വിശ്വസിക്കുന്ന കാര്യം എഴുതി വെച്ചിരിക്കുകയാണ്. അതില് ഈ കത്തോലിക്ക സഭയുടെ മതബോധനത്തില് ഈ 1136 മുതൽ 1338 വരെ 1136 മുതൽ 1138 വരെയുള്ള ഭാഗം ഞാൻ വായിക്കുക. തിരുവചനങ്ങൾ കൊണ്ട് കോർത്തിണക്കിയ ഒരു ഭാഗമാണ്. ആരാധന സമ്പൂർണ്ണ ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. അടയാളങ്ങൾ കൂടാതെ ഇപ്പോൾ അത് ആഘോഷിക്കുന്നവർ സ്വർഗീയ ആരാധനയിലാണ്. അവിടെ ആഘോഷം പൂർണ്ണമായും സംസർഗവും സ്വർഗീയ ആരാധനയാണ്. അവിടെ ആഘോഷം പൂർണ്ണമായും സംസർഗവും ഉത്സവവുമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയതും സഭയുടെ ആരാധനക്രമത്തിൽ വായിക്കപ്പെടുന്നതുമായ വെളിപാട് പുസ്തകം നമുക്ക് ആദ്യം വെളിപ്പെടുത്തുന്നു. സ്വർഗത്തിൽ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കർത്താവായ ദൈവം. വെളിപാട് 4:2. അത് യശയായുടെ പുസ്തകം 6:1 കാണാം. യഹസ്കേല് 1:26-28 കാണാം. യോഹന്നാൻ 1:29 നമുക്ക് കാണാം. എന്നിട്ട് അത് കാണിക്കുന്നു, വധിക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്, ക്രൂശിക്കപ്പെടുകയും ഉത്ഥനാവുകയും ചെയ്ത ക്രിസ്തു, യഥാർത്ഥ വിശുദ്ധ സ്ഥലത്തെ ഏക പ്രധാന പുരോഹിതൻ, സമർപ്പിക്കുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന, നൽകപ്പെടുകയും ചെയ്യുന്ന ഒരേ വ്യക്തി. വെളിപാട് പുസ്തകം നമ്മൾ വായിച്ചതാണ് 5:6. ഒരേ വ്യക്തി. അവസാനമായി ദൈവത്തിന്റെയും കുഞ്ഞാടിനെയും സിംഹാസനത്തിൽ ഒഴുകുന്ന ജീവജലത്തിന്റെ നദി, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ പ്രതീകങ്ങളിൽ ഒന്ന്. അപ്പോ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, അറക്കപ്പെട്ടതെങ്കിലും എഴുന്നേൽക്കുന്ന കുഞ്ഞാട്, പിന്നെ ജീവജലം എന്ന പരിശുദ്ധ റൂഹ. ആരാധന സംബന്ധിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ തിരുവചനങ്ങളല്ലേ? യേശുക്രിസ്തുവിൽ ഏത് പ്രബോധനമാണ് നിറവേറ്റപ്പെട്ടെന്ന് മനസ്സിലായോ വട്ടോളി? ക്രിസ്തുവിൽ സമാഹരിക്കപ്പെട്ട് ദൈവസ്തുതിയുടെയും അവിടുത്തെ പദ്ധതിയുടെ നിറവേറ്റലിന്റെയും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഇവരാണ്. സ്വർഗീയ ശക്തികൾ, സൃഷ്ടി മുഴുവനും, 4 ജീവികള്, പഴയതും പുതിയതുമായ ഉടമ്പടികളുടെ സേവകർ 24 മതശ്രേഷ്ഠന്മാര്, ദൈവത്തിന്റെ പുതിയ ജനം 144,000 ആളുകള്, പ്രത്യേകിച്ച് ദൈവജനത്തെ പ്രതി വധിക്കപ്പെട്ട രക്തസാക്ഷികൾ,
സർവപരിശുദ്ധിയായ ദൈവമാതാവ്, സ്ത്രീ, കുഞ്ഞാടിന്റെ മണവാട്ടി, അവസാനമായി ഓരോ ദേശത്തും എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ജനതകളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ള ആർക്കും എണ്ണിത്തട്ടപ്പെട്ടാനാവാത്ത വലിയൊരു ജനക്കൂട്ടം. ഇവരൊക്കെയാണ് ഈ ലിറ്റർജിയിൽ, കുർബാനയിൽ പങ്കെടുക്കുന്നത്. ഇതെല്ലാം തിരുവചനങ്ങളല്ലേ? ഈ ഭാഗം ഒന്ന് എടുത്തിട്ട് അതിന്റെ ഫുട്നോട്ട് നോക്കിയാലേ ഏതൊക്കെ തിരുവചനമാണ് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ചിലതൊക്കെ സൂചിപ്പിച്ചു. വട്ടോളി വിമത വൈദികരെ, മുന്നേറ്റക്കാരെ, ദൈവോന്മുഖ കുർബാന നടപ്പാക്കിയപ്പോൾ ക്രിസ്തുവിന്റെ ഏത് അംശമാണ് നിറവേറ്റപ്പെട്ടത് എന്നാണ്, ക്രിസ്തുവിന്റെ പ്രബോധനത്തിന് ഏത് അംശമാണ് നിറവേറ്റപ്പെട്ടതെന്നാണ് വട്ടോളി ചോദിച്ചത്. അതിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ ഖണ്ഡിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഖണ്ഡിക്കൂ, ഇല്ലെങ്കിൽ ദൈവോന്മുഖ കുർബാന ചൊല്ലാൻ സമ്മതിക്കൂ. ഇതിന് രണ്ടിനും നിവൃത്തിയില്ലെങ്കിൽ ദയവായി ഇവിടുന്ന് വിട്ടുപോകൂ. ഈ സഭയെ നശിപ്പിക്കാതെ വിട്ടുപോകും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.